ഹലോ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഒരാളെ പേരിൽ പോസ്റ്റും സ്റ്റാറ്റസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ പർപ്പസ്ഫുള്ളി ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇങ്ങനൊരു പോസ്റ്റോ സ്റ്റാറ്റസോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും സോഷ്യൽ മീഡിയയിൽ ഇനി ഇടരുതെന്ന്. ഇട്ടിട്ടുണ്ട്, മുന്നേ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് പല തെറ്റുകളും. പക്ഷേ ഒരിക്കൽ പോലും ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടണമെന്നോ അയാളെ വ്യക്തിഹത്യ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ചതിക്കപ്പെടുന്ന അറിഞ്ഞിട്ടും ഇങ്ങനെ വീണ്ടും റിലേഷനിലാവുന്നതെന്ന്. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഞങ്ങളെപ്പോലെയുള്ള അല്ലെങ്കിൽ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ടിട്ടുള്ള ഒരു വ്യക്തി റിലേഷനിലാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഫാമിലി സപ്പോർട്ടോ അല്ലെങ്കിൽ വേറെ ആരെ സപ്പോർട്ടോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളോ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവാം. ബട്ട് ആത്യന്തികമായി ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ അവർക്ക് കിട്ടുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അതുകൊണ്ടാണ് ഇങ്ങനെ സ്നേഹവും പരിഗണനയൊക്കെ കാണിച്ചു വരുന്ന, അഫെക്ഷനൊക്കെ കാണിച്ചു വരുന്ന ഒരാളെടുത്ത് വീഴില്ല എന്ന് തീരുമാനിച്ചിട്ടും വീണു പോകുന്നത്. സോ അതിപ്പം അവരെ തെറ്റുമല്ല, ഒരുപക്ഷെ അവരും അറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കില്ല, ഇങ്ങനെ ചതിക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നും ആയിരിക്കില്ല ഇങ്ങനൊരു റിലേഷനിൽ വന്നു പെടുന്നത്. എന്നിരുന്നാലും സോറി, ഞാൻ കരയണമെന്നൊന്നും വിചാരിച്ചല്ല ലൈവിൽ വന്നത്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ റിലേഷനിലാവുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മളെ പരിമിതികളും പോരായ്മകളും വിഷമങ്ങളും ഒക്കെ പങ്കുവെക്കണമെന്ന് വിചാരിച്ചാണ് എഗെയിൻ ചതിക്കപ്പെടുന്ന സമയത്തും ഒരു റിലേഷനിൽ ആവുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു ലോകം, ഒരു കുടുംബം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തം എന്ന് പറയാനൊരു വ്യക്തി, ഇതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളും റിലേഷനിലാവുന്നത്. പിന്നെ ആ വ്യക്തി നമ്മളെ എന്താ പറയുക, പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് കുടുംബം വേണം, കുട്ടികൾ വേണം, ദയവ് ചെയ്ത് നീ എൻ്റെ ലൈഫിൽ നിന്ന് പോ, നിന്നെ ഞാൻ അങ്ങനെയല്ല കണ്ടത്, ഫ്രണ്ടായി മാത്രമാണ് കണ്ടത് എന്നൊക്കെ പറയുന്നതിൽ എന്താ ലോജിക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ചതിക്കപ്പെട്ടതിൽ രണ്ടുപേരും ഉത്തരവാദി തന്നെയാണ്, എൻ്റെ ഉത്തരവാദിത്തമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനും അതിന് നിന്ന് കൊടുത്തുകൊണ്ടാണ് ഞാൻ ചതിക്കപ്പെടുന്നത്. സോ എൻ്റെ ഈ വ്യക്തി ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല, നിന്നെക്കുറിച്ച് അങ്ങനെ വിചാരിച്ചിട്ടില്ല, ഒരു ഫ്രണ്ടായ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ആ വ്യക്തി എനിക്ക് അയച്ച മെസ്സേജും ഫോട്ടോസും കോൾസിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ എനിക്ക് സ്റ്റാറ്റസായി ഇടേണ്ടി വന്നത്. ഒരുപക്ഷെ ആ വ്യക്തി കാരണം കൊണ്ട് അവൻ്റെ ഫാമിലിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് അതൊന്നും ഒരിക്കലും, ആ വിഷമമൊന്നും ഒരിക്കലും തീർന്ന കാര്യങ്ങളല്ല, ഒരിക്കലും ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിൻ്റെ അടുത്തുനിന്ന് വല്ല പണത്തിന് വേണ്ടിയിട്ടോ മറ്റെന്തിനോ വേണ്ടിയിട്ടോ ചെയ്യുകയാണെങ്കിലാണ് അവിടെ വലിയൊരു ബ്ലെയിമിങ്ങും ചതിയും ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ആ വ്യക്തിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, പഴയ സ്നേഹം നീ തിരിച്ചു താ, അല്ലെങ്കിൽ അതേപോലെ നീ നിൽക്ക്. ഏറ്റവും ലാസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിന്നെ വിട്ടു പൊക്കോളാം, പക്ഷെ ആ മുറിവ് ഉണങ്ങാനുള്ള ക്യാപ്പ് നീ താ. അതുവരെ തന്നെയും ഒന്ന് നല്ല രീതിക്ക് സംസാരിക്കുന്ന, അങ്ങനെ ബെഗ് ചെയ്യേണ്ട ഒരു അവസ്ഥ അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. ഒരിക്കലും ആർക്കും അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുട്ടികൾ വേണമെന്ന്. അവനറിയാം എല്ലാ കാര്യവും. അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊന്നും ഒരിക്കലും അവൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് പഠിച്ചും കൊടുക്കട്ടെ. എന്തായാലും ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ അപമാനപ്പെടുത്തിയ വലിയൊരു തെറ്റ് തന്നെ. അതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുമൊന്നുമല്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ അപമാനപ്പെടുത്തിയ വലിയൊരു തെറ്റ് തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പാടുന്ന കാര്യമല്ല, അങ്ങനെ ചെയ്യാൻ പാടുമില്ല. ബട്ട് എനിക്ക് എന്നെ എല്ലാവരുടെയും ബ്ലോക്ക് ചെയ്തപ്പോൾ ഒന്ന് വിളിക്കാൻ, ഒന്ന് സംസാരിക്കാൻ, അറ്റ്ലീസ്റ്റ് നീ അത് ഒഴിവാക്കുന്നെങ്കിൽ പറഞ്ഞ് വിളിക്കാൻ, പഴയ പോലെ ആവുമെന്ന് വിചാരിച്ച് എൻ്റെ മന്ദബുദ്ധിത്തരത്തിന് ഞാൻ വിചാരിച്ചാൽ വീണ്ടും വീണ്ടും പോസ്റ്റ് ഇട്ടത്. സത്യം പറഞ്ഞാൽ 8-10 ദിവസം മുമ്പേ ഞാൻ എൻ്റെ കൈ വരെ കട്ട് ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിലും ഇതിലൊക്കെ ആയിരുന്നു. അതൊന്നും ആർക്കും അറിയില്ല. നമ്മളെ വിഷമങ്ങളോ കാര്യങ്ങളോ ആർക്കും അറിയില്ല. അല്ല, അത് നമ്മളെ മാത്രം കാര്യങ്ങളാണല്ലോ.
എന്നാലും എനിക്ക് ഒരു കാര്യം എസ്പെഷ്യലി പറയാനുണ്ട്. ഇതിലുണ്ടായ മാനനഷ്ടത്തിന് എനിക്ക് ക്ഷമ ചോദിക്കുക വേണം. അത് ക്ഷമിച്ചാലൊന്നും തീരാവുന്ന കാര്യമല്ല. ബട്ട് എസ്പെഷ്യലി എനിക്ക് ഈ സമൂഹത്തിനോട് പറയാനുള്ളത്, ഞങ്ങൾ എങ്ങനെയും ജീവിച്ചോളാം. ഞങ്ങൾക്ക് ആരെയും സ്നേഹമോ കരുതലോ ഒന്നും വേണ്ട. ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് ഞങ്ങളൊന്നും ജീവിതത്തിലേക്ക് വരരുത്. വയ്യാണ്ട പറയുന്നത് വീണ്ടും വീണ്ടും. ഇങ്ങനെ ചതിക്കപ്പെടാനോ വഞ്ചിക്കപ്പെടാനോ ആഗ്രഹിക്കുന്നില്ല. ഒരിത്തിരി കരുണ ഉണ്ടെങ്കിൽ ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. ഒഴിവാക്കിയേക്ക് കപട സ്നേഹവും കപട ഇൻഫാലുവേഷനൊന്നും പറഞ്ഞ് ദയവ് ചെയ്ത് നിങ്ങൾ ആരും വരണ്ട. ഒഴിവാക്കിയേക്ക് ദയവ് ചെയ്ത്. ഞാൻ അവനെതിരിട്ട പോസ്റ്റും സ്റ്റാറ്റസും ഞാനെല്ലാം ഡിലീറ്റ് ആക്കുകയാണ്. ഇക്കിനി വയ്യ. ഒരിക്കലും ആരും തിരിച്ചു വരാനോ എന്നോട് സംസാരിക്കാനോ പോകുന്നില്ല. ഞാൻ നിർത്തുക ഇത്. ഇക്ക് വയ്യ. ദയവ് ചെയ്ത് ജീവിക്കാൻ അനുവദിക്കുക. നിങ്ങളെ സ്നേഹവും പരിഗണനയും ഒന്നും വേണ്ട. ജീവിച്ചു പോട്ടെ. എനിത്തുണ്ടെങ്കിൽ എന്നെ മാത്രമല്ല എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവരെയും. ഞങ്ങൾ വീണു പോവും. ഞങ്ങൾക്ക് സ്നേഹവും സാന്ത്വനവും സംരക്ഷണവും ഒന്നും കിട്ടാത്ത കൊണ്ടും അറിയാത്ത കൊണ്ടും ഇനി വന്നാലും ഒരു പക്ഷെ ഞങ്ങൾ വീണു പോവും. ഇത്തിരി മനസാക്ഷി ഉണ്ടെങ്കിൽ ചെയ്ത് വരാതിരിക്കുക. അവസാനം വരെ ഞാൻ നോക്കി. ഒന്നെന്നെ വിളിക്കൂ, ഒന്നെന്നെ മെസ്സേജ് ചെയ്യുമെന്ന് വിചാരിച്ച്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഫിസിക്കലി അസോൾട്ട് ചെയ്തു എന്ന് പറഞ്ഞോ, എൻ്റെ കൺസേൺ ഇല്ലാണ്ട് എൻ്റെ ദേഹത്ത് കയറി പിടിച്ചു എന്ന് പറഞ്ഞോ ഒക്കെ കേസ് ഫയൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ മാനസികമായും ശാരീരികമായും ഒരു ട്രാൻസ്പേഴ്സന് ദുരുപയോഗം ചെയ്ത 3 വർഷം തടവും ശിക്ഷയും ഒക്കെ ഉണ്ട്. ബട്ട് ഞാൻ അതിനൊന്നും പോകുന്നില്ല. ഞാൻ പോവുക. പിന്നെ എന്നോട് അവൻ പറഞ്ഞ കാരണം, കുട്ടികൾ. നിനക്കറിയോ, നീ കല്യാണം കഴിച്ചിട്ടില്ല, നിനക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ല കുട്ടികളുണ്ടാവുമെന്ന്. നീ കല്യാണം കഴിക്കുന്ന പെണ്ണിന് കുട്ടികളുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ പഠിച്ചോൻ തരുന്ന കാര്യം മാത്രമാണ്. ഒരാളെ മെൻ്റലി ഹേർട്ട് ചെയ്ത് ഫിസിക്കലി ഹേർട്ട് ചെയ്ത് നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കണം, നീ എത്രമാത്രം ക്രൂരനാവുകയാണെന്ന്. ഞാൻ നിന്നോട് ഒരു പക്ഷെ ക്ഷമിക്കേക്കും. പഠിച്ചോ നിന്നോട് ക്ഷമിക്കില്ല, ഒരിക്കലും ക്ഷമിക്കില്ല. ഞാൻ ഡിലീറ്റ് ചെയ്തോളാം എല്ലാം. ഞാൻ പോവാം. ബൈ.